നമസ്കാരം. ആസാദി നൈറ്റ് ഡിഷിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക് പോകാം. വിമാന സർവീസുകൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് എയർ ഇന്ത്യ. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച. തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. സിനിമാ താരങ്ങൾ കോളേജുകളിലേക്ക് പരിപാടിക്ക് തുടക്കമായി. തെരുവുനായ ശല്യത്തിനെതിരെ നാടകം അവതരിപ്പിക്കുന്നതിനിടെ നാടക പ്രവർത്തകനെ തെരുവുനായ ആക്രമിച്ചു. സുപ്രീം കോടതിയിൽ ജസ്റ്റിസിനെതിരെ ഷൂ എറിയാൻ ശ്രമം. ഡോക്ടർ KKN കുറുപ്പിനെ ആദരിച്ചു. ഒടുവിൽ ആ ഭാഗ്യശാലിയെ കിട്ടി. 25 കോടിയുടെ ബമ്പർ അടിച്ചത് ആലപ്പുഴക്കാരന്. വിശദമായ വാർത്തകൾ. ശൈത്യകാല ഷെഡ്യൂളിൽ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ താൽക്കാലിക വെട്ടിക്കുറവ് മാത്രമാണ് വരുത്തിയതെന്നും പലതും തിരിച്ചു കൊണ്ടുവരുമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പു നൽകി. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ കാര്യം അറിയിച്ചത്. 2025 ഒക്ടോബർ അവസാനം മുതൽ മാർച്ച് 26 വരെ നീണ്ടു നിൽക്കുന്ന ശൈത്യകാല ഷെഡ്യൂളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ നിന്നുമുള്ള വിമാന സർവീസുകളിൽ ഗണ്യമായ കുറവ് വരുത്തിയത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു എയർ ഇന്ത്യ അധികൃതരുടെ പ്രതികരണം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആഴ്ചയിൽ 42 വിമാന സർവീസുകളുടെ കുറവുണ്ട്. കോഴിക്കോടും കൊച്ചിയിലും നിന്നുമുള്ള വിമാനങ്ങളുടെ എണ്ണത്തിലും കുറവ് വരുത്തി. അതേസമയം കേരളത്തിൽ നിന്നുമുള്ള വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയാണ്. അവയിൽ പലതും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതാണ്. അതുവഴി കേരളത്തിന്റെ പൊതു അടിസ്ഥാന സൗകര്യങ്ങളോട് വിവേചനം കാണിക്കുന്നു. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള റദ്ദാക്കിയ വിമാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും കേരളത്തിൽ വേരുകളുള്ള ദേശീയ വിമാന കമ്പനി എന്ന നിലയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ശൈത്യകാലങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കൂടിക്കാഴ്ച ആവശ്യം പരിഗണിച്ച് ഷെഡ്യൂളുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തിയതിന് എയർ ഇന്ത്യ അധികൃതർ പറഞ്ഞു. ഓണം, ക്രിസ്തുമസ്, പുതുവർഷം തുടങ്ങിയ സീസണുകളിൽ അധിക വിമാനങ്ങൾ ഗൾഫ് മേഖലയിൽ സർവീസ് നടത്താൻ നടപടിയെടുക്കും. തിരുവനന്തപുരത്തിനും ഡൽഹിക്കുമിടയിൽ ബിസിനസ് ക്ലാസുള്ള വിമാനം പരിഗണിക്കും. തിരുവനന്തപുരം, ദുബായ് പോലുള്ള സെക്ടറുകളിൽ കുറവ് വരുത്തിയ വിമാനങ്ങൾ ഈ സീസണിൽ തന്നെ മടക്കി കൊണ്ടുവരുമെന്നും അധികൃതർ വ്യക്തമാക്കി. യോഗത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ, എയർ ഇന്ത്യ എക്സ്പ്രസ് ചെയർമാൻ നിപുൺ അഗർവാൾ, MD അലോക് സിംഗ്, വൈസ് പ്രസിഡന്റ് അഭിഷേക് ഗാർഗ്, അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് PG ബ്രഗീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 16 മുതൽ 19 വരെ തലശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം സിനിമാ താരങ്ങൾ കോളേജുകളിലേക്ക് പരിപാടി തുടക്കമായി. തലശ്ശേരി കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി കോളേജിൽ നടി ഗീതി സംഗീത ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ രജിസ്ട്രേഷൻ ബോർഡ് അടങ്ങുന്ന ഡിസ്പ്ലേ ബോർഡ് പ്രകാശനവും നിർവഹിച്ചു. ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം പ്രദീപ് ചോക്ലി ഫെസ്റ്റിവലിനെ കുറിച്ച് വിശദീകരിച്ചു. കോളേജ് അഡ്മിനിസ്ട്രേറ്റർ K വേലായുധൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ പ്രൊഫസർ VT സജി, ജിത്തു ഗോളയാട്, സ്വപ്ന ജോസ്, C മോഹനൻ എന്നിവർ സംസാരിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലും 2 ക്രൈസ്റ്റ് കോളേജിലും ആശ അരവിന്ദും ഗീതി സംഗീതയും പങ്കെടുക്കും. 8 കുക്കു പരമേശ്വരൻ കൂത്തുപറമ്പ് നിർമ്മലജി കോളേജിലും മട്ടന്നൂർ പഴശ്ശിരാജ കോളേജിലും സന്ദർശിക്കും. 9 സന്തോഷ് കിയാറ്റൂർ പാലയാട് യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലും ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും എത്തും. 10 സിബി തോമസ് തോട്ടട SN കോളേജിലും ചൊക്ലി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക കോളേജിലും സന്ദർശിക്കും. 16, 17, 18, 19 തീയതികളിൽ തലശ്ശേരി ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. 31 അന്താരാഷ്ട്ര സിനിമകളും 10 ഇന്ത്യൻ സിനിമകളും 14 മലയാള സിനിമകളും അടക്കം 55 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. AE ഓഫീസിന് പുതിയ കെട്ടിടം. 1 കോടി രൂപയുടെ ഭരണാനുമതിയായി. തളിപ്പറമ്പ് തെക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. 2010 മുതലാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. 7 ഗവൺമെന്റ് സ്കൂളുകളും 49 എയ്ഡഡ് സ്കൂളുകളും 5 ഹയർ സെക്കൻഡറി സ്കൂളുകളും ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. 8309 കുട്ടികളും പഠിക്കുന്നു. നിലവിൽ മയ്യിൽ ടൗണിലെ വാടക കെട്ടിടത്തിലാണ് AE ഓഫീസ് പ്രവർത്തിക്കുന്നത്. കെട്ടിടം ഒഴിഞ്ഞു നൽകാൻ ഉടമ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഓഫീസിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിനായി MV ഗോവിന്ദൻ മാസ്റ്റർ MLA മുഖേന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ അപേക്ഷയിലാണ് കെട്ടിട നിർമ്മാണത്തിനും ഭരണാനുമതിയായത്. മയ്യിൽ AMNSGHSS കെട്ടിടത്തോട് ചേർന്നാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് പുതിയ കെട്ടിടം പണിയുക. പയ്യന്നൂർ കോളേജിൽ പച്ചത്തുരുത്തൊരുക്കി.
ഹരിത കേരള മിഷന്റെയും കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 നിർമ്മിച്ച പച്ചത്തുരുത്ത് ഫ്രൂട്ട് ഓർച്ചാർഡ് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് അധ്യക്ഷയായി. ചാമ്പ, പേര, ഞാവൽ, നാടൻമാവ്, സീതപ്പഴം, കടച്ചക്ക തുടങ്ങിയ 70ഓളം തൈകളാണ് പച്ചത്തുരുത്തിൽ നട്ടത്. കലാലയത്തെ പൂർണ്ണമായും പച്ചപ്പിലെത്തിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കലാലയ പച്ചത്തുരുത്തിനുള്ള ഹരിത കേരള മിഷന്റെ അവാർഡ് നേടിയ കോളേജാണ് പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പരിധിയിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നിർമ്മിക്കുന്ന 5ാമത്തെ പച്ചത്തുരുത്താണിത്. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് KK സുരേഷ് കുമാർ, ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ രതീഷ് കുമാർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, ഹരിത കേരള മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺമാരായ P അരുൾ, ശ്രീരാഗ് രമേശ്, NSS യൂണിറ്റ് 11 കോർഡിനേറ്റർ മഞ്ജു അർനാഥ്, യൂണിറ്റ് സെക്രട്ടറി അബിൻ പ്രകാശ് എന്നിവർ പങ്കെടുത്തു. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ചുവടുവെപ്പുമായി KCCPL. ആരോഗ്യ സംരക്ഷണ ശുചിത്വ ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ പുതിയ ചുവടുവെപ്പുമായി പൊതുമേഖലാ സ്ഥാപനമായ KCCPL വിപണിയിലെത്തുന്നു. കമ്പനിയുടെ കണ്ണപുരം യൂണിറ്റിൽ ആരംഭിച്ച പുതിയ ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്ടൻസ് മാനുഫാക്ചറിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 16 രാവിലെ 9 മണിക്ക് വ്യവസായ കയർ നിയമ വകുപ്പ് P രാജീവ് നിർവഹിക്കും. ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ പ്ലസ്, ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ക്ലിയർ, ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ സൂപ്പർ, ഐസോലേഷൻ സൂപ്പർ, ഐസോ റബ്, എത്തനോൾ റബ്, ടോപ്പിക്കൽ സൊല്യൂഷൻ പ്ലസ് ടോപ്പിക്കൽ സൊല്യൂഷൻ ക്ലിയർ, KCCPL സെപ്ട്രോൾ, സൂപ്രി എസ്, ക്ലോറോക്സിനോൾ, സർജിനിസോൾ, KCCP ഡിസിൻഡോൾ, മൗത്ത് വാഷ് എന്നിങ്ങനെ 12 തരം പുതിയ ഡിസ്ഇൻഫെക്റ്റന്റുകളുടെ ഉത്പാദനമാണ് ഇവിടെ നടക്കുക. പുതിയ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ KCCP ലിമിറ്റഡിന് സംസ്ഥാന തലത്തിലും രാജ്യവ്യാപകമായും ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്ന നിർമ്മാണത്തിൽ ശക്തമായ സ്ഥാനം നേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ ഉറപ്പു നൽകുന്നതിനൊപ്പം പൊതുജന ആരോഗ്യ രംഗത്ത് പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ കമ്പനി നടത്തുന്ന സംഭാവനകൾ ഈ പദ്ധതി വഴി ഗണ്യമായി ഉയരും. കോവിഡ് കാലത്ത് തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പിക്കൽ വേണ്ടിയാണ് കണ്ണപുരം യൂണിറ്റിൽ സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ, DM വാട്ടർ തുടങ്ങിയ നിർമ്മാണം ആരംഭിച്ചത്. ഡിയോൺ എന്ന ബ്രാൻഡിലാണ് ഇവ വിപണിയിലെത്തിയത്. നേരത്തെ കമ്പനി നടപ്പിലാക്കിയ IT ഇൻക്യുബേഷൻ സെന്റർ, കക്കനാട്ട് ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കോംപ്ലക്സ്, ഹൈടെക് കയർ ഡിഫൈറിംഗ് യൂണിറ്റ്, പെട്രോൾ പമ്പുകൾ എന്നിവ വിജയത്തിലെത്തുന്നു. തെരുവുനായ ശല്യത്തിനെതിരെ ബോധവൽക്കരണം. ഏകാംഗ നാടകം അവതരിപ്പിക്കുന്നതിനിടെ നാടക പ്രവർത്തകനെ തെരുവുനായ ആക്രമിച്ചു. കണ്ണൂർ കണ്ടക്കൈ സ്വദേശി P രാധാകൃഷ്ണനെയാണ് തെരുവുനായ കടിച്ചത്. കണ്ണൂരിലെ വായനശാല നടത്തിയ ബോധവൽക്കരണ നാടക അവതരണത്തിനിടെയാണ് സംഭവം. നാടക പ്രവർത്തകനായ രാധാകൃഷ്ണന്റെ 7ാമത്തെ വേദിയായിരുന്നു ഇത്. വായനയുടെ വരാന്തയിൽ ഒരുക്കിയ വേദിയിൽ നാടകം അവതരിപ്പിക്കുന്നതിനിടെ അവിടേക്കെത്തിയ തെരുവുനായ രാധാകൃഷ്ണനെ ആക്രമിക്കുകയായിരുന്നു. കുട്ടിക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്ന ഭാഗം അഭിനയിക്കുന്നതിനിടെയാണ് സംഭവം. നാടകത്തിൽ തെരുവുനായകൾ കൂട്ടത്തോടെ കുട്ടിയെ ആക്രമിക്കുന്ന രംഗം അഭിനയിക്കാൻ പശ്ചാത്തലത്തിൽ നായകൾ കുരയ്ക്കുന്ന ശബ്ദം ഇട്ടിരുന്നു. ഇത് കേട്ട് മറ്റൊരു നായ കയറി വന്ന് കടിക്കുകയായിരുന്നു. രാധാകൃഷ്ണനെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. കാൽമുട്ടിന് മുകളിലാണ് കടിയേറ്റത്. ഒറിജിനൽ റിയൽ അടിയുണ്ട്.
തുമ്പിയെ പോലെ പാറി പറക്കാൻ വേണ്ടി ഈ വീട്ടുമുറ്റത്ത് നിന്നും ഒരു പൂ പറിക്കാൻ പോയതാ എന്റെ പൊന്നുമോള്. കടിച്ചു കീറിക്കൊന്നല്ലോ. ആകാംക്ഷകൾക്കും ഊഹാപോഹങ്ങൾക്കും വിരാമം. 25 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം നേടിയ ഭാഗ്യശാലിയെ കണ്ടെത്തി. ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് എസ് നായർക്കാണ് ബമ്പർ ലോട്ടറി അടിച്ചത്. നെട്ടൂരിലെ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്. തുറവൂർ തൈക്കോട്ടുശ്ശേരി SBI ശാഖയിൽ ടിക്കറ്റ് ഹാജരാക്കി. വെറ്റിലയിലെ ലോട്ടറി വിതരണക്കാരായ ഭഗവതി ഏജൻസിയിൽ നിന്നാണ് മരട് നെട്ടൂർ INTUC ജംഗ്ഷനിലെ രോഹിണി ട്രേഡേഴ്സ് ഉടമ ലതീഷ് വിൽപ്പനയ്ക്ക് ടിക്കറ്റ് വാങ്ങിയത്. 2 മാസം മുമ്പ് 1 കോടി രൂപ സമ്മാനം ലതീഷ് വിറ്റ ടിക്കറ്റ് ലഭിച്ചിരുന്നു. തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ ശനിയാഴ്ചയായിരുന്നു നറുക്കെടുപ്പ്. തിരുവോണം ബമ്പറിന്റെ 75 ലക്ഷം ടിക്കറ്റുകളാണ് അടിച്ചത്. അച്ചടി പിശക് സംഭവിച്ച ഒരു ടിക്കറ്റ് ഒഴികെയുള്ളവ വിറ്റഴിച്ചു. പാലക്കാടാണ് കൂടുതൽ വിൽപ്പന നടന്നത്. 14,07,100 എണ്ണം. രണ്ടാം സ്ഥാനം തൃശൂരിൽ 9,37,400 ടിക്കറ്റും, മൂന്നാം സ്ഥാനം തിരുവനന്തപുരത്ത് 8,75,900 ടിക്കറ്റും വിറ്റു. ഡോക്ടർ KKN കുറുപ്പിനെ ആദരിച്ചു. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറും ചരിത്രകാരനുമായ ഡോക്ടർ KKN കുറുപ്പിനെ അദ്ദേഹത്തിന്റെ ഗവേഷക പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ആദരിച്ചു. വഴികാട്ടിയായ അധ്യാപകനെ കുറിച്ച് പുസ്തകം എഴുതി സമർപ്പിച്ചാണ് ആദരിച്ചത്. സംഗമത്തിന്റെ ഉദ്ഘാടനവും KKN കുറുപ്പിനെ കുറിച്ച് 12 പേർ എഴുതിയ ലേഖന സമാഹാരത്തിന്റെ പ്രകാശനവും മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. മാർക്ക് കുറഞ്ഞവരാണ് ചരിത്രം പഠിക്കാൻ എത്തുന്നത് എന്ന ചിന്ത തെറ്റാണെന്ന് മേയർ പറഞ്ഞു. ചരിത്രം അറിയുന്നവരുടെ വാക്കുകൾ കേൾക്കുവാൻ കുറച്ചുപേർ മാത്രമേ ഉണ്ടാവൂ. നല്ല മാർക്കുണ്ടെങ്കിൽ ചരിത്രം പഠിക്കേണ്ടെന്ന് പറയുന്നത് അത്രമേൽ ജ്ഞാതയാണെന്നും അവർ പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ MP സൂര്യദാസ് പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ EK സ്വർണകുമാരി അധ്യക്ഷയായി. പ്രൊഫസർ N ലക്ഷ്മിക്കുട്ടി, പ്രൊഫസർ TM വിജയൻ, പ്രൊഫസർ P ശശികുമാർ, ഡോക്ടർ P ഗോഡ്വിൻ സാംബ്രജ്, ഡോക്ടർ MT നാരായണൻ, ഡോക്ടർ മോഹൻദാസ്, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ഡോക്ടർ ശിവദാസൻ, ഡോക്ടർ വിജയലക്ഷ്മി, ഡോക്ടർ ഷിനോയ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ KKN കുറുപ്പ് മറുപടി പ്രസംഗം നടത്തി. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമം, അഭിഭാഷകന് സസ്പെൻഷൻ. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് BR ഗാവയ്ക്ക് നേരെ ഷൂ വലിച്ചെറിയാൻ ശ്രമിച്ച അഭിഭാഷകനെ ബാർ കൗൺസിൽ സസ്പെൻഡ് ചെയ്തു. സുപ്രീം കോടതി അഭിഭാഷകൻ രാകേഷ് കിഷോറിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. നടപടികൾ അവസാനിക്കുന്നതുവരെ രാജ്യത്തുടനീളമുള്ള ഏതെങ്കിലും കോടതിയിലോ ട്രൈബ്യൂണലിലോ നിയമപരമായ അതോറിറ്റിയിലോ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തി. രാകേഷ് കിഷോറിന്റെ പെരുമാറ്റം കോടതിയുടെ അന്തസ്സിനും പ്രൊഫഷണൽ പെരുമാറ്റത്തിനും യോജിച്ചതല്ലെന്ന് ബാർ കൗൺസിലർ ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ മനൻ കുമാർ മിശ്ര പറഞ്ഞു. സംഭവത്തിൽ അഭിഭാഷകന് ബാർ കൗൺസിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. 15 ദിവസത്തിനുള്ളിൽ നോട്ടീസിന് മറുപടി നൽകണം. ഉത്തരവ് കാലതാമസമില്ലാതെ നടപ്പിലാക്കാൻ ഡൽഹി ബാർ കൗൺസിലിനോട് നിർദ്ദേശം നൽകി. തിങ്കളാഴ്ച രാവിലെ കോടതി നടപടികൾക്കിടയിലായിരുന്നു ചീഫ് ജസ്റ്റിസ് BR ഗവായ്ക്ക് നേരെ ആക്രമണം. ഷൂ എറിയാൻ ശ്രമിച്ച രാകേഷ് കിഷോറിനെ സുരക്ഷാ ജീവനക്കാർ ചേർന്ന് പുറത്താക്കി. ഡൽഹി പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇതോടെ കോടതി നടപടികൾ അല്പസമയത്തേക്ക് തടസ്സപ്പെട്ടു. എന്നാൽ സംഭവം ഉണ്ടായിട്ടും ചീഫ് ജസ്റ്റിസ് ശാന്തനായിരിക്കുകയും നടപടികൾ തുടരുകയും ചെയ്തു. സംഭവങ്ങളൊന്നും തന്നെ ബാധിക്കുന്നതല്ലെന്നും ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കോളേജിൽ കുഴഞ്ഞു വീണു മരിച്ചു. കണ്ണൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി കോളേജിൽ കുഴഞ്ഞു വീണു മരിച്ചു. ഉളിക്കൽ നെല്ലിക്കാംപോയിൽ സ്വദേശി അൽഫോൺസ ജേക്കബ് 19 മരണപ്പെട്ടത്. ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംഭവം. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2ാം വർഷ സൈബർ സെക്യൂരിറ്റി വിദ്യാർത്ഥിയാണ് അൽഫോൺസ.